സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ്. പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച വിവിധ വകുപ്പുകളിലെ 3 എക്സിക്യൂട്ടീവുകൾക്കെതിരെ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. സർക്കാരിന്റെ മിസ്റ്ററി ഷോപ്പർ പദ്ധതി വഴി സർക്കാർ ഓഫീസുകളെക്കുറിച്ച് ഉപഭോക്താക്കൾ പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദുബായ് ഭരണാധികാരിയുടെ നടപടി. പൊതുജനങ്ങൾ സർക്കാർ ഓഫീസുകളിലേക്ക് നേരിട്ട് വരേണ്ടതില്ല എന്നും സർക്കാർ സേവനങ്ങൾ സ്മാർട്ടും ഡിജിറ്റലുമാണെന്നും ചൂണ്ടിക്കാട്ടി 3 എക്സിക്യൂട്ടീവുകൾ ഓഫീസുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. സ്വന്തം ഓഫീസുകൾ വലുതാക്കി പുറത്ത് മാനേജർമാരെയും സെക്രട്ടറിമാരെയും കാവൽ നിർത്തിയായിരുന്നു 3 എക്സിക്യൂട്ടീവുകളുടെയും പ്രവർത്തനം. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കിയത്. ജനങ്ങൾക്കായി വാതിൽ തുറന്നിടുക എന്നതാണ് ദുബായ് എമിറേറ്റിന്റെ സംസ്കാരമെന്നും ജനങ്ങളെ സേവിക്കുകയും അവരുടെ ജീവിതം സുഗമമാക്കുകയും ജനങ്ങളോട് നിരന്തരം ആശയവിനിമയം നടത്തുന്നതുമാണ് ദുബായിയുടെ വിജയത്തിന് അടിസ്ഥാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ GDRFA ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയുടെ സേവനം മികച്ചതാണെന്ന് പൊതുജനങ്ങൾ മിസ്റ്ററി ഷോപ്പർ വഴി അറിയിച്ചു. ഇതേ തുടർന്ന് GDRFA മേധാവിയെ ഷെയ്ഖ് മുഹമ്മദ് പ്രശംസിച്ചു. 24 ദുബായ്.